സർവൈവൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. പടത്തിന്റെ പേര് ത്രാഷ് എന്നാണ്. ടോമി വിർക്കോലയാണ് ഇത് രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഫീബി ഡെനവർ, വിറ്റ്നി പീക്ക് തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ സിനിമയെ കുറിച്ച്. ഒരു കടലോര മേഖലയിലുള്ള ഒരു ചെറിയ ടൗണിൽ ഒരേ സമയം വലിയൊരു ചുഴലിക്കാറ്റ് വരുന്നു. അത് പിന്നെ പ്രളയമായി മാറുന്നു. ഒപ്പം ആ പ്രളയത്തിൽ കുറെ കൊലയാളികളായ സ്രാവുകളും അവിടെ എത്തിച്ചേരുകയാണ്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കുമോ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു നീറ്റ് സർവൈവൽ ത്രില്ലർ പടമാണ് ത്രാഷ്. ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന, അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ തരുന്ന ഒരു സിനിമയാണ്. പടം തുടങ്ങുമ്പോഴേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഡയറക്റ്റ് മെയിൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴേ നമ്മളും കഥയിലേക്ക് ഹുക്ഡാകും. സാധാരണ പ്രളയം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് മാത്രമാവും ഇത്തരം പടങ്ങളിൽ വരാറുള്ളത്. അതിൽ നിന്നും അതിജീവിക്കുക എന്നുള്ള സംഭവം. പക്ഷെ ഇതിൽ ഒന്നിലധികം കോൺഫ്ലിക്റ്റുകളുണ്ട്. ഇതിൽ ഷാർക്ക് അറ്റാക്കും ഉണ്ട്. പോരാത്തതിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാൾ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. വേറെയുള്ള 3 പേര് കുട്ടികളാണ്. പിന്നെ ഒരു പെൺകുട്ടിയും ഉണ്ട്. അവൾക്കാണെങ്കിൽ വെള്ളത്തെ പേടിയാണ്. സോ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്ന മട്ടില് കുറെ പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. ഇതെല്ലാം കൊണ്ട് കുറേയധികം ടെൻഷൻ നൽകുന്ന രംഗങ്ങളും പടത്തിലുണ്ട്. പടമാണെങ്കിൽ വളരെ ഫാസ്റ്റ് പേസിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒപ്പം അഭിനയിച്ചവരുടെ എല്ലാം നല്ല പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവാണ്. ഇതിലെ ഗർഭിണിയായ ലിസ എന്ന ക്യാരക്ടറായിട്ട് വരുന്ന ഫീബി ഡെനവർ, വെള്ളത്തെ പേടിയുള്ള പെൺകുട്ടി ഡക്കോട്ടയായിട്ട് വരുന്ന വിറ്റ്നി പീക്ക്, ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിൽ എടുത്തു തന്നെ പറയണം. പ്രത്യേകിച്ച് ഗർഭിണി ക്യാരക്ടറിന്റെ സ്ട്രഗിളുകൾ നമ്മളെ വല്ലാതെ ടെൻഷൻ അടിപ്പിച്ച് കളയും. അതുപോലെ തന്നെ 3 കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഇതിലുണ്ട്. അവരും കിടുവാണ്. അവരുടെ പോർഷൻസും നല്ല ടെൻഷൻ ബിൽഡിങ്ങുമാണ്. ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു പടം കൂടിയാണ്. VFX ഡീസന്റ് ആണ്. അതുപോലെ ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. സ്രാവുകളുടെ സീനുകൾ എല്ലാം വളരെയധികം റിയൽ ഫീൽ നൽകുന്നുണ്ടായിരുന്നു. മൊത്തത്തിലുള്ള ഇതിന്റെ മഴയും പ്രളയാന്തരീക്ഷവും ഒക്കെ കൊണ്ടുള്ള ഡാർക്ക് കളർ ടോണും പടത്തിന്റെ മൂഡിന് കറക്റ്റ് ആയിരുന്നു. സോ ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, കളർ ഗ്രേഡിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നല്ലതാണ്. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് സർവൈവൽ ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊരു വലിയ സംഭവമായിട്ടോ പുതുമയുള്ളതായിട്ടോ ഒന്നും തോന്നുകയില്ല. പിന്നെ ആണെങ്കിൽ ഇതിലിപ്പോ കഥ പൂർണ്ണമായിട്ടുണ്ടെങ്കിലും ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലാണ് പടം കൊണ്ട് അവസാനിപ്പിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ നോക്കുമ്പോൾ കുറേയധികം പ്ലോട്ട് ആമേഴ്സ് ഒക്കെ സ്ക്രിപ്റ്റിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥ അത്യാവശ്യം പ്രഡിക്റ്റബിളുമാണ്. പിന്നെ വേറൊന്ന്, ഇതിലെ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയോട് ഒഴിച്ചാൽ വേറെ ക്യാരക്ടേഴ്സിനോടൊന്നും നമുക്ക് വലിയൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നുകയില്ല. അത്തരത്തിൽ ഹ്യൂമൻ ഡ്രാമയൊക്കെ വളരെ സർഫസ് ലെവലിലേ പറഞ്ഞു പോകുന്നുള്ളൂ. സോ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസന്റ് സർവൈവൽ ത്രില്ലറാണ് ത്രാഷ്. മഴ, പ്രളയം, ഷാർക്ക് അറ്റാക്ക്, അവയിൽ നിന്നുള്ള അതിജീവനമൊക്കെ കാണിക്കുന്ന സർവൈവൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയും വർക്കാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. 1.5 മണിക്കൂർ മാത്രമേ സിനിമയ്ക്ക് ലെങ്ത് ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കാനും പറ്റും. ഇംഗ്ലീഷാണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ്, ഹിന്ദി ഡബ്ബിംഗ് വേർഷനുകളും അവൈലബിൾ ആണ്. മലയാളം ഡബ്ബിംഗ് ഇല്ല. 18+ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഈ പടം കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.